ഒപ്പം ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷകരായ ഇവരെയൊക്കെ, അതായത് പ്രത്യേകിച്ച് എനിക്ക് പറയാൻ പറ്റാതിരിക്കാൻ പറ്റില്ല, ചാൾസ് ബ്രദറിന്റെ തലയിൽ ഒരു വെള്ള കിരീടം, അതായത് ഒരു വെള്ളി കൊണ്ടുള്ളൊരു കിരീടം ഈ വ്യക്തിയുടെ തലയിൽ അങ്ങ് വെച്ചപ്പോ, അല്ലേലേ പുള്ളി കുറെ ഹൈറ്റാ, അതിൽ കൂടെ ഈ കിരീടം കൂടി വെച്ചപ്പം പുള്ളി വല്ലൊരു ആചാനുഭവം, അതെന്ന് നമ്മളെ ഗബ്രിയേൽ മാലാഖയെ കാണുന്ന പോലെ പുള്ളി കിരീടമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഓരോരുത്തരെയും ഇവരോടൊപ്പം നിൽക്കുന്ന ഓരോ വ്യക്തികളെയും ചിലവരേനെ സ്വർണ്ണ കസവുള്ള ഒരു ഷോള് ധരിപ്പിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയണില്ല, ഞാൻ കണ്ട ആൾക്കാരെ. അവർക്ക് സ്വർണ്ണ ഷോള് ധരിപ്പിച്ചു, ഇദ്ദേഹത്തിന് കിരീടം വെച്ചു കൊടുത്തു, വേറൊരു വ്യക്തിയുടെ കയ്യിൽ ഒരു സ്വർണ്ണ ചൂല് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവരുടെ ടീമിലുള്ള കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ കർത്താവ് കൊടുക്കണ കണ്ടു. ഇനി ഇന്നത്തെ ഈ ധ്യാനത്തിൽ ഞാൻ ഇവിടെ വന്ന് ഈ ഹോള് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. കാരണം ആകെ ടൈറ്റാണ് നമ്മള്, പക്ഷെ ചൂട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാന് ഇന്നലെ മാതാവ് എന്താ പറയാ, ആ കൂടിനകത്തിരിക്കുന്ന മാതാവ് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തിനാ അസ്വസ്ഥപ്പെടണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. എൻ്റെ മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവര് വീട്ടിൽ നിന്ന് വരുമ്പോഴേ ചോദിക്കുന്നുണ്ട്, ചൂടുണ്ടാവോ അമ്മാമേ ഇങ്ങനെ പറഞ്ഞോണ്ടാ വരണേ. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, അവിടെ ഒരു പൂങ്കാവനമാണ്, അവിടെ ഏതെന്തോട്ടം പോലെയാണ്, നിറയെ മരമുണ്ട്, മാങ്ങയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ഇവിടെ എത്തിച്ചത്. അപ്പൊ ഇവിടെ വന്ന് ഇന്നലെ അങ്ങനെ ഒത്തിരി പോയി. പക്ഷെ ഇന്ന് രാവിലെ കണ്ട കാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഈ ബ്രദർ ഇവിടെ കയറി വന്നതെന്ന് ആരാധന തുടങ്ങി, നമുക്ക് വചന ശുശ്രൂഷ തുടങ്ങാനായിട്ട് നിന്നപ്പോ ബ്രദർ ഇങ്ങനെ കുറച്ച് തുടങ്ങുമ്പോ അങ്ങോട്ട് ഒരു ഫ്ലോ വരാത്ത പോലെ എനിക്ക് തോന്നി. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വേഗം പ്രാർത്ഥിക്ക്, ആ വ്യക്തിയുടെ കാല് തൊട്ട് ശിരസ് വരെ പ്രകാശം നിറയാൻ നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ അവിടെ കിടന്നോണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോ ഞാൻ കാണുവാണ് പരിശുദ്ധ അമ്മ ആ കൂട്ടീന്ന് ഇറങ്ങി നിന്ന് കയ്യിലിരുന്ന ഉണ്ണീനായി ഈ ഡെസ്കിന്റെ ഈ പീഠത്തിൽ അയ്യമ്മസ് മാതാവ് ഈ ബലിപീഠത്തിൽ ഉണ്ണീനെ അവിടെ വെച്ചു. കയ്യിലിരുന്ന വടി പുള്ളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നു പറയാ. എന്നിട്ട് മാതാവ് ബ്രദറിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് മാതാവ് ചെയ്തൊരു കാര്യം കേൾക്കണോ, ഈ ബ്രദറിനെ ഇങ്ങനെ കോരിയെടുത്ത് തോളിൽ അങ്ങ് ഇട്ടു. തോളിലിട്ടിട്ട് ഒരു കൈയോണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ കൈയോണ്ട് ഈ പുള്ളിയുടെ കയ്യിലുള്ള ഈ മൈക്ക് അമ്മ വേടിച്ചു പിടിച്ചു നിന്നു. ആ ശുശ്രൂഷ കഴിയുന്നത് വരെ പരിശുദ്ധ അമ്മയാണ് ഇന്നത്തെ വചന ശുശ്രൂഷ മുഴുവനായും നയിച്ചത്. ഹല്ലേലൂയ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പുള്ളീനെ അങ്ങ് എന്താ പറയാ, ഒരു തുണി ഇടുന്ന പോലെ ഇങ്ങനെ അങ്ങ് ഇട്ടു തോളില് ഈ പുള്ളിക്കാരനെ. എന്നിട്ട് മാതാവാണ് ആ ശുശ്രൂഷ മുഴുവനും നയിച്ചത്. ഈ ശുശ്രൂഷ ഇന്ന് ഇവിടെ നടന്നപ്പോ